ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മമ്മ ഉണ്ടാക്കിയ പനങ്കഞ്ഞി അമ്മമ്മ എന്നെ കഴിക്കുകയാണ്. ആ പ്ലാവിലക്കാരൻ്റെ അടുത്ത് കാണിക്കൂ, പരിചയപ്പെടുത്തൂ. അതെടുത്ത് കഴിക്കൂ. പ്ലാവിലക്കാരൻ്റെ അടുത്ത് കഴിക്കൂ. എൻ്റെ ഭഗവാനേ. അപ്പം പണ്ടുള്ള ഭക്ഷണം ഇതൊക്കെയല്ല അമ്മമ്മ? ചോറുണ്ടാക്കില്ല? ഇല്ല. പട്ടിണി കിടക്കലാനും ചത്തുണ്ടോ ചിരിച്ച് പണ്ട് അമ്മമ്മ ഇതൊക്കെയേനു. അരിയൊന്നും കിട്ടല്ലേന്. പൈസ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും അരി കിട്ടും, അത് കഴിക്കും. പനയാകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും, പൈസ വേണ്ട. അതുകൊണ്ട് ഇന്ന് ഈ പനങ്കഞ്ഞിയായിരുന്നു. വെറുതെ എനിക്ക് പന ഉണ്ടാക്കില്ല. പിന്നെ എന്നും പൈസ കൊടുത്ത് വാങ്ങണം. ഒന്നും പൈസ കൊടുത്ത് വാങ്ങല? എന്നും പന ആരെങ്കിലും പണ്ട് കാലത്ത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങല പനങ്കഞ്ഞി? പനയോ? അപ്പം അരി വാങ്ങി തിന്നാ പോരെ, എന്തിനാ പന വാങ്ങി തിന്നുക? അരിനേക്കാട്ടിലും വില കുറവ് പനയ്ക്കാ? ആണോ? വെറുതെ എന്നോട് ചോദ്യം ചോദിക്കാൻ നിൽക്കണം. ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. ഇത് തിന്നുന്ന ആക്രാന്തത്തിലാണ്. ഇത് രസാലേ പന. എല്ലാവരും ഇങ്ങനെ വാങ്ങി ഉണ്ടാക്കി കഴിച്ചോളിട്ടോ. നല്ലതൊരു കെമിക്കലും ഇല്ല, അടിപൊളിയാണ്. ഈ മുത്തശ്ശീനെ പോലെ ആയുസ് കൂടും. ഈ പന തിന്ന് പഴയ പോലെ തെറിവിളൊന്നും വിളിക്കാനുള്ള ആരോഗ്യമില്ലാതെ എൻ്റെ അമ്മമ്മയ്ക്ക്. അതുകൊണ്ട് ബിരിയാണി മന്തികളൊക്കെ കഴിച്ചോളൂ എല്ലാവരും. ഇതൊന്നും തിന്നാൽ ശരിയാവില്ല. ചമ്മന്തി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇങ്ങനെ വേണോ ചമ്മന്തി? എങ്ങനെയുണ്ട്? കണ്ടോ, മടിയിൽ വീണ അടക്കെടുത്ത് നോക്കി തിന്നുന്നു. അത്രയും രസമുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക. പന ആരെങ്കിലും മുറിക്കേണ്ട കഷ്ണം വാങ്ങി തറച്ച് വെയിലത്ത് വെച്ച് അത് പൊടിപ്പിച്ച്, നമുക്ക് ഇടിക്കാനൊന്നും ഇപ്പം കഴിയില്ല, ഇടിക്കാൻ വരലൊന്നും ഇപ്പം എവിടെ ഉണ്ടാവില്ല. എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാം. എന്നിട്ട് അത് ചെമ്പിൻ്റെ മുകളിൽ തുണി വെച്ച് അതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് അത് ഊറും. അത് 2-3 പ്രാവശ്യം വെള്ളം മാറ്റുക. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയും. എന്നിട്ട് ലാസ്റ്റ് അടിയിൽ ഈ കുറുക്ക് പോലെ ഉണ്ടാവും. അത് വെള്ളം മാറ്റിയിട്ട് പിന്നെ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി ഈ രൂപത്തിലാകുമ്പോൾ നമ്മളെടുത്ത് ചമ്മന്തിയോ മോരോ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുക. അല്ലാത്തവർ ഈ മഞ്ഞിങ്ങ തേങ്ങേൻ്റെ ചെറുത് ഇളനീ പോലുള്ള തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് വിരകിയിട്ട് കഴിക്കുക. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത്തിരി ഏലക്കായൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ സൂപ്പറാവും. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇനി എന്തായാലും ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയ കേട്ടോ. പന റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചതാണ്, അല്ലാതെ അത് ഇടിച്ച് പിഴിയാനോ ഇതൊന്നും ഒന്നുമില്ല. പിന്നെ ആ പൊടിയും ഇങ്ങനെ കലക്കണം കേട്ടോ. കലക്കി വെള്ളം പോക്കി 3ാമത്തെ വെള്ളം പോക്കി കളഞ്ഞു കഴിഞ്ഞാലാണ് ഊറ്റിക്കളയുക, വാർത്ത് കളയുക. എന്നിട്ടാണ് ഉണ്ടാക്കൽ. ചമ്മന്തി ഇനിയാണോ? നല്ല രസമുണ്ടല്ലേ ചമ്മന്തി? നല്ല രസമുണ്ടല്ലേ ചമ്മന്തി? ഇനിയും തരാം കേട്ടോ. ഇനിയാണോ? ഉണ്ട്. ഇനി ചമ്മന്തിയാണോ? അപ്പോൾ സൂപ്പറാണ്. ഇനി എല്ലാവരും പന എവിടെ കണ്ടാലും വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.